അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു നീ സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ അല്ലാഹ്. ദാരിദ്ര്യത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാർ നമുക്ക് ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സമ്പത്തിന്റെ വഴികൾ വിശാലമാകാനും ആരിഫീങ്ങൾ നമുക്ക് ഒരുപാട് ദിക്റുകളും സൂറത്തുകളും ദുആകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യങ്ങൾ കടന്നു പോകും, ദാരിദ്ര്യങ്ങൾ വരുകയില്ല, പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അക്കൂട്ടത്തിൽപ്പെട്ട വലിയ ഒരു മഹത്തായ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഭവനമില്ലാത്തവർക്ക്, കടം കൊണ്ട് വലയുന്നവരുണ്ട്, മക്കളെ വിവാഹപ്രായത്തിൽ നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ മഹത്തുക്കളായ മഹാന്മാരായ ആരിഫീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, മഹത്തുക്കളായ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഈ ദിക്റുകളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവേ നീ ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. നമസ്കാര ശേഷം അഥവാ തഹജ്ജുദ് നമസ്കാര ശേഷം ഈ ദിക്ർ നിങ്ങൾ 10 വട്ടം ചൊല്ലിയാൽ സമ്പത്ത് നിങ്ങളെ തേടിയെത്തും, പണം നിങ്ങളെ തേടിയെത്തും ഇൻഷാ അല്ലാഹ്. അത്ര മഹത്തായ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജീവിതത്തിൽ ദാരിദ്ര്യം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. തഹജ്ജുദിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുള്ള സമയമാണ്. ആ സമയത്ത് ഈ മഹത്തായ ഈ ഇസ്മ നിങ്ങൾ 10 വട്ടം ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ വലിയ വിജയം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പേടിക്കേണ്ട, ഭയക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. അത്തരത്തിൽ ദാരിദ്ര്യം വരുമ്പോഴാണല്ലോ മനുഷ്യൻ പലിശയ്ക്ക് പണമെടുക്കുന്നതും ചില തെറ്റുകളിലേക്ക് പോകുന്നതും പിന്നെ ആ പലിശ അടയ്ക്കാൻ നിർവാഹമില്ലാതെ പിന്നെയും പല തെറ്റുകളിലേക്കും അവൻ കടന്നു ചെല്ലുന്നതും അങ്ങനെ അവന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും. ദാരിദ്ര്യം എന്നത് കുഫറിലേക്ക് വരും, ഒരു മനുഷ്യനെ തള്ളിവിടുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന പടച്ചവനെ. അല്ലാഹുവേ നീ ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അത്രയ്ക്കും അപകടകരമായ ഒന്നാണ് ദാരിദ്ര്യം. ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം കിട്ടുന്നതിന് വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ നീ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ദുആകൾ, ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ദാരിദ്ര്യം നമ്മളിൽ നിന്ന് നീങ്ങി പോകാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ദിക്റുകളും ദുആകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ആ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു ആരിഫീങ്ങളായ മഹാന്മാർ ഒരുപാട് ദിക്റുകളും ദുആകളും സലാത്തുകളും അതിനുള്ള വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാരിദ്ര്യങ്ങളിൽ കടന്നു വരികയില്ല, പണത്തിന്റെ ബുദ്ധിമുട്ട് വരികയില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഹദീസുകളിൽ കാണാം, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ, അല്ലാഹുവിന്റെ 99 നാമങ്ങളെ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും ചൊല്ലിയാലുള്ള പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ, അതിന്റെ ഫളായിലുകൾ പറയുന്നിടത്ത് മഹാന്മാർ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്നയിൽ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചാൽ സുബ്ഹാനല്ലാഹ്, നിങ്ങളതൊക്കെ മനഃപ്പാഠമാക്കണം അല്ലേ? മനഃപ്പാഠമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് പഠിക്കുകയും അത് ചെല്ലുകയും അതനുസരിച്ചുള്ള ജീവിതവും അവനെ സ്വർഗത്തിലെത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ഒരു മഹത്തായ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനും ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യപൂർണമായ ബർക്കത്തുള്ള പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ
പതിവാക്കേണ്ട ഒരു ദിക്റാണ്. അപ്പൊ ഈ ദിക്ർ എല്ലാവരും പതിവാക്കണം. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ മാറ്റപ്പെടുന്ന ഒരു മഹത്തായ ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് മാറി നല്ല ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് പടച്ചവൻ നൽകപ്പെടുന്നതാണ്. അപ്പൊ ഈ ദിക്ർ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ചൊല്ലണം. ഏതാണ് ആ ദിക്ർ? യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്നുള്ള ഒരു ഇസ്മിനെയാണ്. എല്ലാത്തിനും വിശാലത നൽകുന്നവൻ അല്ലാഹുവേ. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വിശാലത നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ കാര്യത്തിനും വിശാലത നൽകുന്നവനായ അല്ലാഹ്. അതിന്റെ നമുക്ക് വേണ്ടിയുള്ളത് നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഏത് കാര്യമാണെങ്കിലും അതിനകത്ത് ദാരിദ്ര്യങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ വിശാലത നമുക്ക് കിട്ടണം. അപ്പോൾ ഒരാളെ യാ ബാസിത്ത് യാ അല്ലാഹ്, എല്ലാത്തിനും വിശാലത നൽകുന്നവനായ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖസീദത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഇസ്മി ആരെങ്കിലും, എന്ന ഈ മഹത്തായ ഇസ്മിനെ ആരെങ്കിലും അത്താഴ സമയത്ത്, എപ്പോഴാണ്? അഥവാ തഹജ്ജുദിന്റെ സമയം, റമദാന് നമ്മൾ അത്താഴം കുടിക്കുന്ന സമയം, തഹജ്ജുദിന്റെ സമയത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, തഹജ്ജുദിന്റെ ആ സമയത്ത് ഒരു 10 പ്രാവശ്യം യാ ബാസിത്ത് യാ അല്ലാഹ്, 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 യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന 10 പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും 10 പ്രാവശ്യം പറഞ്ഞ കയ്യിൽ ഓതി മുഖത്തേക്ക് തടവിയാൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ലെന്ന് ഖസീദത്തുൽ അസ്റാറിൽ നമുക്ക് പറഞ്ഞു തരുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ പണത്തിന് ബുദ്ധിമുട്ടോ ഉള്ള ആൾക്കാർ ഈ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു 10 പ്രാവശ്യം മഹത്തായ അല്ലാഹുവിന്റെ ഈ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ഊതിയിട്ട് മുഖത്തേക്ക് നിങ്ങൾ തടവുക. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അവന്റെ ഓരോ നാമത്തിനും വലിയ മഹത്വമുണ്ട്. അതുപോലെ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും സമ്പത്ത് കിട്ടാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ മക്കളെ കിട്ടാൻ ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കുടുസുള്ളവർ, അങ്ങനെ ജീവിതത്തിൽ അവന് വിശാലത കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്നുള്ള ഈ ഇസ്മ എല്ലാ ദിവസവും പതിവായി 72 തവണ 72 തവണ ചൊല്ലണം. എത്ര പ്രാവശ്യം? 72 തവണ ചൊല്ലണം. ഇത് നിങ്ങൾ ചൊല്ലി നോക്കൂ. മുജറബാണ്, പരിശോധിച്ച് വിജയം കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, സമ്പത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിന്റെ വിശാലത, ദുനിയാവിന്റെ വിശാലത ആഗ്രഹിക്കുന്നവർ, ദുനിയാവിന്റെ കാര്യങ്ങൾ എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഉദ്ദേശിക്കുന്നവർ, കാര്യങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും പഴയ പതിവായി 72 തവണ ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. സമ്പത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ ഈ ഇസ്മിനെ എല്ലാവരും എല്ലാ ദിവസവും പതിവാക്കുക, നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ അത് വലിയ മഹത്വമുള്ളതാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്നതാണ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വലിയ വിജയം അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ മഹത്തുക്കളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചില അല്ലാഹുവിന്റെ നാമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അവർ പറഞ്ഞതുപോലെ ചൊല്ലിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയങ്ങൾ നമുക്ക് കടന്നു വരുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമർ റഹീമീനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹുവേ, നിന്റെ 99 നാമങ്ങളുടെ മഹത്വങ്ങളാണ് റബ്ബേ പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾക്ക് ലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണിതെടുക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ അവരെയും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അസൂയാലുക്കൾ അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. അസൂയാലുക്കൾ അസൂയിൽ നിന്നും മരണക്കാട് മരണത്തിൽ നിന്നും കൊടുത്തിറക്കാട് കൊടുത്തിറക്കിൽ നിന്ന് കറവയുടെ കറവത്തിൽ നിന്ന് അല്ലാഹുവേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, സാലിഹീങ്ങളായ ഞങ്ങളെ നൽകണേ പടച്ചവനെ. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കടങ്ങളിലെല്ലാം രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, കടങ്ങളിലെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഖൈറുകൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾ ഏതെല്ലാം മേഖലകളിലുണ്ടോ അതിലെല്ലാം നീ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളെല്ലാം നീ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ صحبي أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.